കൂടി എല്ലാവർക്കും കേരള ടെക് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറിനെ കുറിച്ചുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. നമ്മുടെ ഇൻസ്ട്രക്ടർ ഗ്രിഡ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നാണ് നമ്മൾ ഈ പോയിന്റ്സ് ഒക്കെ നോക്കാനായിട്ട് പോകുന്നത്. ആദ്യമായിട്ട് 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൽ ഓർത്തിരിക്കേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടർ ഒരു സെൽഫ് സ്റ്റാറ്റിക് മോട്ടറും അതുപോലെ തന്നെ അത് ഒരു സിംഗിൾ എക്സൈറ്റഡ് മോട്ടറാണ്. അത് എപ്പോഴും ഓർത്തിരിക്കണം. സെൽഫ് സ്റ്റാറ്റിക് മോട്ടറാണ്. 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറാണ് സെൽഫ് സ്റ്റാറ്റിക്. അതുപോലെ അതൊരു സിംഗിൾ എക്സൈറ്റഡ് മെഷീനാണ് അല്ലെങ്കിൽ മോട്ടറാണ്. അടുത്തത് എല്ലാ മെഷീനുള്ളതുപോലെ തന്നെ അതിനും സ്റ്റേറ്ററും റോട്ടറും ഉണ്ട്. സ്റ്റേറ്ററിൽ നമ്മൾ മെയിൻ ആയിട്ട് 3 ഫേസ് വൈൻഡിങ്സ് ആണ് നമ്മൾ പ്ലേസ് ചെയ്യുക. 3 ഫേസ് വൈൻഡിങ്സ് വിൽ ബി പ്ലേസ് വിത്ത് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് 120 ഡിഗ്രി. ആ ഒരു 3 ഫേസ് വൈൻഡിങ്ങിനെ നമ്മൾ ഒരു ബാലൻസ്ഡ് 3 ഫേസ് സപ്ലൈ കൊടുക്കുകയാണെങ്കിൽ അത് ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഒരു 3 ഫേസ് വൈൻഡിങ്ങിനെ നമ്മളൊരു ബാലൻസ്ഡ് 3 ഫേസ് സപ്ലൈ കൊടുക്കുകയാണെങ്കിൽ അത് ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. ആ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ടോട്ടൽ റിസൾട്ടന്റ് ഫ്ലക്സ് എന്ന് പറയുന്നത് 3/2 ടൈംസ് φm ആണ്. ഓക്കെ, ഇത് ഒബ്ജക്റ്റീവായിട്ട് ചോദിക്കാൻ ചിലപ്പോൾ എന്താണ് ഒരു ഇൻഡക്ഷൻ 3 ഫേസ് വൈൻഡിങ് കൊടുക്കുമ്പോൾ 3 ഫേസ് കണക്ഷൻ കൊടുക്കുമ്പോൾ റിസൾട്ടന്റ് ആൻഡ് ഫ്ലക്സ് ഡെവലപ്പ് ചെയ്യുന്നത് എത്ര ടൈംസ് ആണെന്ന് വേണമെങ്കിൽ ചോദിക്കാം. അത് 3/2 ടൈംസ് ആണ്, അല്ലെങ്കിൽ 1.5 ടൈംസ് മാക്സിമം ഫ്ലക്സ് ആണ് റിസൾട്ടന്റ് ഫ്ലക്സ് എന്ന് പറയുന്നത്. അടുത്തത് ആ റിസൾട്ടന്റ് ഫ്ലക്സിന്റെ സ്പീഡ്, റൊട്ടേറ്റിംഗ് സ്പീഡ് എന്ന് പറഞ്ഞാൽ 120 f/p ആണ്. സിംഗ്രണസ് സ്പീഡിലാണ് ആ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് കറങ്ങുക. ഈ 2 പോയിന്റ് ഓർത്തിരിക്കുക. 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടർ സെൽഫ് സ്റ്റാറ്റിക് മോട്ടറാണ്, അതുപോലെ സിംഗിൾ എക്സൈറ്റഡ് മോട്ടറാണ്. അതുപോലെ അതിന്റെ സ്റ്റേറ്ററിൽ നമുക്ക് 3 ഫേസ് വൈൻഡിങ്സ് ഉണ്ട്. അത് 120 ഡിഗ്രി ഡിസ്പ്ലേസ്ഡ് ആണ്. അതിലേക്ക് നമ്മൾ 3 ഫേസ് ബാലൻസ് സപ്ലൈ കൊടുക്കുകയാണെങ്കിൽ അത് റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. അതിന്റെ റിസൾട്ടന്റ് ഫ്ലക്സ് എന്ന് പറയുന്നത് 3/2 ടൈംസ് φm ആണ്. ആ ഫ്ലക്സ് റൊട്ടേറ്റ് ചെയ്യുന്ന സ്പീഡ് എന്ന് പറയുന്നത് 120 f/p ആണ്. ഇൻഡക്ഷൻ മോട്ടറിൽ റോട്ടറിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 2 ടൈപ്പ് ഓഫ് റോട്ടറാണ് നമ്മൾ ഇൻഡക്ഷൻ മോട്ടറിൽ മെയിനായിട്ട് യൂസ് ചെയ്യുക. ഒന്ന് സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ റോട്ടറും അതുപോലെ തന്നെ സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ റോട്ടറും. ഏത് മോട്ടറിലാണോ സ്ലിപ്പ് റിംഗ് ഉപയോഗിക്കുന്നത് അതിന് നമ്മൾ സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടർ എന്ന് പറയും. എവിടെയാണോ കേജ് റോട്ടർ ഉപയോഗിക്കുന്നത് അതിന് നമ്മൾ സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടർ എന്ന് പറയും. ഈ രണ്ടിന്റെ വ്യത്യാസങ്ങൾ ഓർത്തിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. നേരിട്ട് ഒബ്ജക്റ്റ് ചോദിക്കാം. അതിൽ ആദ്യത്തെ പോയിന്റ് ഓർക്കേണ്ടത് സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടർ നമ്മൾ യൂസ് ചെയ്യുന്നത് അൺഇൻസുലേറ്റഡ് ആയിട്ടുള്ള കോപ്പർ ബാർ അല്ലെങ്കിൽ അലുമിനിയം ബാർസ് ആണ് നമ്മൾ മെയിനായിട്ട് സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ റോട്ടറിൽ നമ്മൾ യൂസ് ചെയ്യാം. അൺഇൻസുലേറ്റഡ് ആയിരിക്കും അതിന്റെ കോപ്പർ അല്ലെങ്കിൽ അതിന്റെ അലുമിനിയം ബാർ എന്ന് പറയുന്നത് ഒരു സോളിഡ് കണ്ടക്ടർ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യാം. നേരെ മറിച്ച് സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടറിൽ നമ്മൾ ഇൻസുലേറ്റ് ചെയ്തിട്ടുള്ള കണ്ടക്ടേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്ത ഓർത്തിരിക്കേണ്ട പോയിന്റ്, സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടറിന്റെ 2 എൻഡിലും നമ്മൾ എൻഡ് റിംഗ്സ് വഴി ഷോർട്ട് സർക്യൂട്ട് ചെയ്യും. 2 സൈഡും എൻഡ് റിംഗ്സ് വഴിയാണ് നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുക. ഏത് മെറ്റീരിയലാണ് നമ്മൾ സ്ക്വിറൽ കേജ് റോട്ടറിന് വേണ്ടി ഉപയോഗിച്ചത് അതേ മെറ്റീരിയൽ വെച്ചിട്ട് തന്നെയായിരിക്കും ആ എൻഡ് റിംഗ്സും ഉണ്ടാക്കിയിട്ടുണ്ടാവുക. നേരെ മറിച്ച് സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടറിനെ സംബന്ധിച്ച് അത് 3 സ്ലിപ്പ് റിംഗ്സ് വഴിയായിരിക്കും കണക്റ്റഡ് ആയിരിക്കുക. ഓക്കെ, അതുകൊണ്ട് തന്നെ സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടറിന്റെ റോട്ടർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഭയങ്കര കുറവായിരിക്കും. നേരെ മറിച്ച് സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടറിന്റെ റോട്ടർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. കാരണം നമുക്ക് എക്സ്റ്റേണൽ ആയിട്ട് റെസിസ്റ്റൻസ് സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടറിൽ നമുക്ക് ആഡ് ചെയ്യാം. അതുപോലെ അടുത്ത ഇമ്പോർട്ടന്റ് പോയിന്റ് സ്റ്റാർട്ടിംഗ് ടോർക്ക് ആണ്. സ്റ്റാർട്ടിംഗ് ടോർക്ക് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റോട്ടർ റെസിസ്റ്റൻസ്. സ്റ്റാർട്ടിംഗ് ടോർക്ക് റോട്ടറിന്റെ റെസിസ്റ്റൻസിന് പ്രൊപ്പോർഷണൽ ആണ്. R2 റോട്ടർ റെസിസ്റ്റൻസ് ആണെങ്കിൽ സ്റ്റാർട്ടിംഗ് റെസിസ്റ്റൻസ് ഒന്ന് കാണും. സ്റ്റാർട്ടിംഗ് റെസിസ്റ്റൻസ് സ്റ്റാർട്ടിംഗ് ടോർക്ക് റോട്ടറിന്റെ റെസിസ്റ്റൻസിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ സ്ക്വിറൽ കേജിന് സ്റ്റാർട്ടിംഗ് ടോർക്ക് കുറവായിരിക്കും. നേരെ മറിച്ച് സ്ലിപ്പ് റിംഗിന് സ്റ്റാർട്ടിംഗ് ടോർക്ക് ഹൈ ആയിരിക്കും. അതേസമയം മാക്സിമം ടോർക്ക് കൂടുതലുള്ളത് സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടറാണ്. നേരെ മറിച്ച് സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടറിന് മാക്സിമം ടോർക്ക് കുറവായിരിക്കും. അതുപോലെ എഫിഷ്യൻസി കൂടുതൽ സ്ക്വിറൽ കേജിനാണ് ആസ് കമ്പയർ ടു സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടർ. ഓക്കെ, അപ്പോൾ ഈ 2 ഡിഫറൻസസും ഓർത്തിരിക്കാം. നേരിട്ട് നമുക്ക് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഭാഗമാണ് അത് നമ്മുടെ സിലബസ് കൊടുത്തിട്ടുണ്ട് വ്യക്തമായിട്ട്. സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടറും അതുപോലെ തന്നെ സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടറും മെയിനായിട്ട് ഓർത്തിരിക്കേണ്ടത് സ്റ്റാർട്ടിംഗ് ടോർക്കും റോട്ടർ റെസിസ്റ്റൻസുമാണ്. സ്റ്റാർട്ടിംഗ് ടോർക്ക് കുറവ് സ്ക്വിറൽ കേജിനാണ്, കൂടുതൽ സ്ലിപ്പ് റിംഗിനാണ്. നേരെ മറിച്ച് മാക്സിമം ടോർക്ക് കൂടുതൽ സ്ക്വിറൽ കേജിനും കുറവ് സ്ലിപ്പ് റിംഗിനാണ്. എഫിഷ്യൻസി കൂടുതൽ സ്ക്വിറൽ കേജിനാണ്, കുറവ് സ്ലിപ്പ് റിംഗിനും. അതുപോലെ തന്നെ റോട്ടർ റെസിസ്റ്റൻസിന്റെ വാല്യൂ കുറവുള്ളത് സ്ക്വിറൽ കേജിനാണ്, കൂടുതൽ സ്ലിപ്പ് റിംഗിനും. അടുത്ത പോയിന്റ് 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറിന്റെ പ്രിൻസിപ്പിളും ഓപ്പറേഷനാണ്. ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. നമുക്കറിയാം ഇത് ഇൻഡക്ഷൻ മോട്ടർ ഒരു സിംഗിളി ഫെഡ് മെഷീൻ ആണ്. അതായത് നമ്മൾ സ്റ്റേറ്ററിൽ മാത്രമേ സപ്ലൈ കൊടുക്കുന്നത്, ബാക്കിയുള്ള പ്രോസസ് ഒക്കെ അത് ഓട്ടോമാറ്റിക്കലി ഇൻഡക്ഷൻ വഴി നടക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. ഇനി അത് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യാൻ ജസ്റ്റ് ഒരു ചാർട്ട് പോലെ ഓർത്തിരുന്നാൽ മതി. നമ്മൾ സ്റ്റേറ്റർ ഉണ്ട്, റോട്ടർ ഉണ്ട്. സ്റ്റേറ്ററിൽ നമ്മൾ 3 ഫേസ് സപ്ലൈ കൊടുക്കും. സ്റ്റേറ്ററിൽ നേരത്തെ പറഞ്ഞതുപോലെ 3 ഫേസ് വൈൻഡിങ്സ് ഉണ്ട് വിത്ത് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് 120 ഡിഗ്രി. 3 ഫേസ് സപ്ലൈ ബാലൻസ് സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ അത് റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഏത് സ്പീഡിലാണ് റൊട്ടേറ്റ് ചെയ്യുക? റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് സ്പീഡ് എന്ന് പറയുന്നത് ns ആണ്. അതായത് സിംഗ്രണസ് സ്പീഡിലായിരിക്കും റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് കറങ്ങാം. ഓക്കെ,
ഈ ലെൻസ് ലോ ഒബേ ചെയ്യാൻ വേണ്ടിയിട്ട് റോട്ടറും അതിനോടൊപ്പം റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിനെ ഫോളോ ചെയ്ത് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഇനി വെൻ റോട്ടർ സ്പീഡ് ഇസ് ഈക്വൽ ടു സിൻക്രണസ് സ്പീഡ്, റോട്ടറിന്റെ സ്പീഡ് റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്പീഡിന് ഈക്വൽ ആവുകയാണെങ്കിൽ, അതായത് റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് സ്പീഡ് എന്ന് പറയുന്നത് ns ആണ്, അതിന് ഈക്വൽ ആണ് റോട്ടർ സ്പീഡ് എങ്കിൽ റോട്ടറിന്റെ വൈൻഡിങ്സിൽ EMF ഇൻഡ്യൂസ് ആവുക. ഓക്കെ, വൈൻഡിങ്ങിൽ EMF ഇൻഡ്യൂസ് ചെയ്തില്ലെങ്കിൽ അതിൽ കറണ്ട് ഉണ്ടാവില്ല, കറണ്ട് ഇല്ലെങ്കിൽ ടോർക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ റോട്ടർ സിൻക്രണസ് സ്പീഡിനേക്കാളും സ്ലിപ്പ് ആവും, അതായത് റോട്ടറിന്റെ സ്പീഡ് കുറയും. അപ്പോൾ വീണ്ടും ഒരു റിലേറ്റീവ് സ്പീഡ് റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡും റോട്ടറും തമ്മിലുണ്ടാവും. വീണ്ടും ആ റിലേറ്റീവ് സ്പീഡ് സെറ്റപ്പ് ചെയ്യുമ്പോൾ വീണ്ടും അതിൽ വൈൻഡിങ്ങിൽ EMF ഇൻഡ്യൂസ് ചെയ്യും. EMF ഇൻഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് ഫ്ലോ ചെയ്യും, കറണ്ട് ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. ഇതാണ് മെയിൻ ആയിട്ട് 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറിന്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അതായത് സ്റ്റേറ്ററിന്റെ അതിലേക്ക് നമ്മൾ സപ്ലൈ കൊടുക്കുന്നു, റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് സ്പീഡ് എന്ന് പറയുന്നത് സിൻക്രണസ് സ്പീഡ് ns ആണ്. ലെൻസ് ലോ ഒബേ ചെയ്യാനായിട്ട് റോട്ടറും അതേ സ്പീഡിൽ അതേ ഡയറക്ഷനിൽ കറങ്ങാനായിട്ട് തുടങ്ങുന്നു. എപ്പോഴാണ് റോട്ടറിന്റെ സ്പീഡ് റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് സ്പീഡിന് ഈക്വൽ ആകുമ്പോൾ ആ സമയത്ത് റോട്ടർ വൈൻഡിങ്സിൽ EMF ഉണ്ടാവില്ല, കാരണം അതിൽ റിലേറ്റീവ് സ്പീഡ് ഉണ്ടാവില്ല. EMF ഇല്ലാത്തതുകൊണ്ട് തന്നെ കറണ്ട് ഉണ്ടാവില്ല, അതുകൊണ്ട് തന്നെ ടോർക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് റോട്ടറിന്റെ സ്പീഡ് കുറയും. റോട്ടറിന്റെ സ്പീഡ് കുറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഒരു റിലേറ്റീവ് സ്പീഡ് ഉണ്ടാവും. എന്ത് തമ്മിൽ? റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡും റോട്ടറും തമ്മിൽ വീണ്ടും ഒരു റിലേറ്റീവ് സ്പീഡ് ഉണ്ടാവും. ആ റിലേറ്റീവ് സ്പീഡിന്റെ എഫക്റ്റിൽ വീണ്ടും ഒരു EMF ഇൻഡ്യൂസ് ആവും. EMF ഇൻഡ്യൂസ് ചെയ്യുവാണെങ്കിൽ കറണ്ട് ഫ്ലോ ചെയ്യും, കറണ്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ ടോർക്ക് ഉണ്ടാവും. ഓക്കെ, ഇതാണ് മെയിൻ ആയിട്ട് നമ്മുടെ 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ സ്ലിപ്പിനെ കുറിച്ച് പഠിക്കാനായിട്ട് പോവാണ്. സ്ലിപ്പിന്റെ ഇക്വേഷൻ നോക്കാണ്. നമുക്കറിയാം റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്പീഡ് എന്ന് പറയുന്നത് സിൻക്രണസ് സ്പീഡ് ആയിരിക്കും. അതുപോലെ നമ്മൾ റോട്ടറിന്റെ സ്പീഡ് എന്ന് പറയുന്നത് n ആയിട്ട് നമ്മൾ എടുക്കണം. അങ്ങനെയെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഓപ്പറേഷൻ പറഞ്ഞു, റോട്ടറിന്റെ സ്പീഡും സിൻക്രണസ് സ്പീഡും ഈക്വൽ ആവുകയാണെങ്കിൽ റോട്ടറിന്റെ സ്പീഡ് കുറയും. അതായത് എന്നും ns ഈക്വൽ ആവുകയാണെങ്കിൽ അത് റിലേറ്റീവ് സ്പീഡ് 0 ആയിരിക്കും. റിലേറ്റീവ് സ്പീഡ് ഇല്ലെങ്കിൽ ഇൻഡക്ഷൻ മോട്ടറിൽ ഇൻഡക്ഷൻ പ്രോസസ്സ് നടക്കില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും റോട്ടറിന്റെ സ്പീഡ് സിൻക്രണസ് സ്പീഡിനെക്കാളും കുറച്ച് കുറവായിരിക്കും. ഓക്കെ, ആ ഒരു ടേമിന്, ആ ഒരു റിലേറ്റീവ് സ്പീഡിന്റെ അല്ലെങ്കിൽ വ്യത്യാസത്തിനെയാണ് നമ്മൾ സ്ലിപ്പിന്റെ ടേംസിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ സ്ലിപ്പ് സ്പീഡ് എന്ന് പറയുന്നത് സിൻക്രണസ് സ്പീഡ് മൈനസ് റോട്ടറിന്റെ സ്പീഡാണ് സ്ലിപ്പ് സ്പീഡ് എന്ന് പറയുന്നത്. സ്ലിപ്പ് എന്ന് പറയുന്ന ആ ഫാക്ടർ എന്ന് പറയുന്നത് ഇതാണ്, ns മൈനസ് n ഡിവൈഡഡ് ബൈ ns. അതായത് റിലേറ്റീവ് സ്ലിപ്പ് സ്പീഡ് വിത്ത് റെസ്പെക്ട് ടു സിൻക്രണസ് സ്പീഡ് ഓഫ് റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിനെയാണ് നമ്മൾ സ്ലിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ യൂഷ്വലി അത് പെർസെന്റേജിലാണ് റെപ്രസെന്റ് ചെയ്യുക. പെർസെന്റേജിൽ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഇൻറ്റു 100 വരും. അപ്പോൾ ഈ ഇക്വേഷൻ ഓർത്തിരിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. സ്ലിപ്പിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ns മൈനസ് n ഡിവൈഡഡ് ബൈ ns ആണ്. ഇനി അടുത്ത ഓർത്തിരിക്കേണ്ട പോയിന്റ് ആണ്, സ്റ്റേറ്ററിന്റെ ഫ്രീക്വൻസി എപ്പോഴും സപ്ലൈ ഫ്രീക്വൻസിന്റെ ഈക്വൽ ആയിരിക്കും. സ്റ്റേറ്ററിന്റെ ഫ്രീക്വൻസി എപ്പോഴും സപ്ലൈ ഫ്രീക്വൻസി f ന് ഈക്വൽ ആയിരിക്കും. അങ്ങനെയെങ്കിൽ റോട്ടറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് സ്ലിപ്പ് ടൈംസ് ഓഫ് f ആണ്. ഇതും ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാറുള്ള ചോദ്യമാണ്. എത്രയാണ് റോട്ടറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ഫ്രീക്വൻസി? അപ്പോൾ റോട്ടറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ സ്ലിപ്പ് ടൈംസ് ദി സപ്ലൈ ഫ്രീക്വൻസി ആയിരിക്കും റോട്ടറിലെ ഫ്രീക്വൻസി. നമ്മൾ റിലേറ്റീവ് സ്പീഡിനെ കുറിച്ച് നോക്കാനായിട്ട് പോവാണ്. എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിനും ഇതിൽ നിന്നൊരു ചോദ്യം ഉറപ്പായിട്ട് ചോദിക്കാറുണ്ട്. എന്തായിരിക്കും റിലേറ്റീവ് സ്പീഡ് ബിറ്റ്വീൻ സ്റ്റേറ്റർ ആൻഡ് റോട്ടർ, അല്ലെങ്കിൽ റോട്ടർ ഫീൽഡ് ആൻഡ് സ്റ്റേറ്റർ ഫീൽഡ് എക്സെട്ര. അങ്ങനെ കുറേ ചോദ്യങ്ങൾ പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കാം, എങ്ങനെയാണ് നമ്മൾ എളുപ്പത്തിൽ ഓർത്തിരിക്കാനായിട്ട് എങ്ങനെ നമുക്ക് നോക്കാം. നമുക്കറിയാം റിലേറ്റീവ് സ്പീഡ്. നമുക്കറിയാം ആദ്യം നമ്മുടെ ഇൻഡക്ഷൻ മോട്ടറിൽ ഒരു സ്റ്റേറ്റർ ഉണ്ടാവും. ആ സ്റ്റേറ്റർ എന്ന് പറയുന്നത് സ്റ്റേഷനറി ആണ്, അതുകൊണ്ട് തന്നെ അതിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 0 RPM ആയിരിക്കും. ഓക്കെ, സ്റ്റേറ്ററിൽ നമ്മൾ സപ്ലൈ കൊടുക്കുന്നു. സ്റ്റേറ്ററിൽ നമ്മൾ സപ്ലൈ കൊടുക്കുമ്പോൾ സ്റ്റേറ്ററിൽ ഒരു ഫീൽഡ് ഉണ്ട്, പ്രൊഡ്യൂസ് ചെയ്യും. കാരണം 3 ഫേസ് വൈൻഡിംഗ് ആണ്, ഇതുകൊണ്ട് തന്നെ സ്റ്റേറ്ററിൽ 3 ഫേസ് സപ്ലൈ വരുമ്പോൾ ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അതിന്റെ സ്പീഡ് എന്ന് പറയുന്നത് ns RPM ആയിരിക്കും. അപ്പോൾ സ്റ്റേറ്റർ ഫീൽഡിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ ns RPM ആയിരിക്കും. അത് കഴിഞ്ഞാൽ സ്റ്റേറ്റർ ഫീൽഡിൽ നിന്ന് റോട്ടറിന്റെ ഫീൽഡിൽ നമുക്ക് കിട്ടും. റോട്ടറിന്റെ ഫീൽഡിന്റെ സ്പീഡും ns RPM തന്നെയാണ്. ഓക്കെ, അത് കഴിഞ്ഞാൽ നമ്മുടെ റോട്ടറിന്റെ ബോഡി ഉണ്ട്. റോട്ടറിന്റെ ബോഡി റൊട്ടേറ്റ് ചെയ്യുന്നത് അതിന്റെ സ്പീഡ് നമ്മൾ n ആയിട്ട് കണക്കാക്കാണ്. ഓക്കെ, ഇനി എങ്ങനെയാണ് നമ്മൾ ഈ റിലേറ്റീവ് സ്പീഡ് കണ്ടുപിടിക്കാൻ വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ആദ്യത്തെ നമുക്ക് കണ്ടുപിടിക്കുന്നത് റിലേറ്റീവ് സ്പീഡ് ഓഫ് സ്റ്റേറ്റർ ഫീൽഡ് വിത്ത് റെസ്പെക്ട് ടു റോട്ടർ. സ്റ്റേറ്റർ ഫീൽഡിന്റെ സ്പീഡ് വിത്ത് റെസ്പെക്ട് ടു റോട്ടർ എത്രയാണെന്നാണ് ആദ്യം ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം സ്റ്റേറ്ററിന്റെ ഫീൽഡ്, ആദ്യത്തെ സ്റ്റേറ്റർ ഫീൽഡാണ്. സ്റ്റേറ്റർ ഫീൽഡിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ ns RPM ആണ്. അപ്പോൾ ആ വാല്യൂ ഏതാ? ns. ഇനി വിത്ത് റെസ്പെക്ട് എന്താണ്? വിത്ത് റെസ്പെക്ട് റോട്ടർ ആണ്. വിത്ത് റെസ്പെക്ട് റോട്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ മൈനസ് ചെയ്തിട്ട് ഏതാണോ വിത്ത് റെസ്പെക്ട് റോട്ടർ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ റോട്ടറിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ n ആണ്. അപ്പോൾ ns മൈനസ് n. ഇതാണ് സ്റ്റേറ്റർ ഫീൽഡ് വിത്ത് റെസ്പെക്ട് ടു റോട്ടറിന്റെ റിലേറ്റീവ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ns മൈനസ് n ആണ്. ഇങ്ങനെ നമുക്ക് എല്ലാ പാരാമീറ്റേഴ്സും തമ്മിലുള്ള റിലേറ്റീവ് സ്പീഡ് കണ്ടുപിടിക്കാം. അടുത്തത് സ്റ്റേറ്റർ ഫീൽഡ് വിത്ത് റെസ്പെക്ട് ടു സ്റ്റേറ്റർ ഫീൽഡിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ ns വിത്ത് റെസ്പെക്ട് ടു സ്റ്റേറ്ററിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 0. അപ്പോൾ ഇത് നമുക്ക് ns എന്നായിരിക്കും ഇതിന്റെ റിലേറ്റീവ് സ്പീഡ്. അടുത്ത എക്സാമ്പിൾ സ്റ്റേറ്റർ ഫീൽഡ് വിത്ത് റെസ്പെക്ട് ടു റോട്ടർ ഫീൽഡ്. സ്റ്റേറ്റർ ഫീൽഡ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ns ആണ്. റോട്ടറിന്റെ ഫീൽഡ് സ്പീഡ് എന്ന് പറഞ്ഞാലും അതും ns ആണ്. അപ്പോൾ അതിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് സ്പീഡ് എന്ന് പറഞ്ഞാൽ 0 ആണ്.
അപ്പോൾ സ്റ്റേറ്റർ ഫീൽഡും റോട്ടർ ഫീൽഡും തമ്മിലുള്ള റിലേറ്റീവ് സ്പീഡ് എപ്പോഴും 0 RPM ആയിരിക്കും. ഇത് നേരിട്ട് വേണമെങ്കിൽ ചോദിക്കാം. അടുത്തൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. റിലേറ്റീവ് സ്പീഡ് ഓഫ് റോട്ടർ ഫീൽഡ്. റോട്ടർ ഫീൽഡ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ns ആണ്. വിത്ത് റെസ്പെക്ട് ടു റോട്ടർ n ആണ്. ns മൈനസ് n ഇതാണ് അതിന്റെ റിലേറ്റീവ് സ്പീഡ് എന്ന് പറഞ്ഞാൽ. ns മൈനസ് n നമുക്ക് വേണമെങ്കിൽ സ്ലിപ്പ് ടൈംസ് ns കൂടി നമുക്ക് വേണമെങ്കിൽ എഴുതാം. കാരണം നമുക്കറിയാം സ്ലിപ്പിന്റെ ഇക്വേഷൻ ns മൈനസ് n ഡിവൈഡഡ് ബൈ ns ആണ് സ്ലിപ്പിന്റെ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് ns മൈനസ് n നെ നമുക്ക് സ്ലിപ്പ് ടൈംസ് ns എന്ന് എഴുതാം. അങ്ങനെയാണ് ഇവിടെ s ടൈംസ് ns എന്ന് പറയുന്നത്. s ടൈംസ് ns വരെ അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡയഗ്രാം മാത്രം ഓർത്തിരുന്നാൽ നമുക്ക് റിലേറ്റീവ് സ്പീഡ് ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ ഇത് ഓർത്തിരിക്കുക. ആദ്യം സ്റ്റേറ്ററാണ് വരാം. സ്റ്റേറ്ററിൽ 0 RPM ആണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റേറ്ററിന്റെ ഫീൽഡ് വരും. അത് റൊട്ടേറ്റ് ചെയ്യുന്നത് ns RPM-ത്തിലായിരിക്കും. അത് കഴിഞ്ഞ് റോട്ടറിന്റെ ഫീൽഡും അതും ns RPM-ത്തിലായിരിക്കും. പിന്നെ നമ്മുടെ റോട്ടർ ബോർഡ് റൊട്ടേറ്റ് ചെയ്യുന്നത് n RPM-ത്തിലായിരിക്കും. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഇക്വലന്റ് സർക്യൂട്ട് ഓഫ് 3-phase ഇൻഡക്ഷൻ മോട്ടർ ആണ്. ഈ 3-phase ഇൻഡക്ഷൻ മോട്ടറിന്റെ ഇക്വലന്റ് സർക്യൂട്ട് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ട്രാൻസ്ഫോമർ തന്നെയാണ്. ട്രാൻസ്ഫോമറിന്റെ ഇക്വലന്റ് സർക്യൂട്ടിന് ഈക്വലന്റ് ആയിരിക്കും നമ്മുടെ ഇൻഡക്ഷൻ മോട്ടറിന്റെ ഇക്വലന്റ് സർക്യൂട്ട്. കാരണം ട്രാൻസ്ഫോമറിൽ നമ്മൾ പഠിച്ചു ഇൻഡക്ഷൻ വഴിയാണ് ട്രാൻസ്ഫോമറിലും പവർ ട്രാൻസ്ഫർ നടക്കുന്നത്. അതേ പ്രോസസ്സ് തന്നെയാണ് നമ്മുടെ 3-phase ഇൻഡക്ഷൻ മോട്ടറിൽ നടക്കുന്നത്. ഇൻഡക്ഷൻ വഴിയാണ് ഇവിടെയും 3-phase പവർ ട്രാൻസ്ഫർ നടക്കുന്നത്. ട്രാൻസ്ഫോമറും ഇൻഡക്ഷൻ മോട്ടറും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോമർ സ്റ്റാറ്റിക് മെഷീൻ ആണ്, നേരെ മറിച്ച് ഇൻഡക്ഷൻ മോട്ടർ റൊട്ടേറ്റിംഗ് മെഷീൻ ആണ്. ഇതാണ് മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ്. ട്രാൻസ്ഫോമറിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു അതേ കാര്യങ്ങളൊക്കെ നമ്മുടെ ഇൻഡക്ഷൻ മോട്ടറിൽ നമുക്കുണ്ട്. നോ ലോഡ് പാരാമീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ തന്നെ സ്റ്റേറ്റർ ഇംപെഡൻസ്, സ്റ്റേറ്ററിന്റെ റെസിസ്റ്റൻസ്, റോട്ടർ ഇംപെഡൻസ്, റോട്ടർ റെസിസ്റ്റൻസ് എക്സെട്ര എല്ലാം ട്രാൻസ്ഫോമറിൽ എന്തൊക്കെയാണ് നമ്മൾ നോക്കിയത് അതൊക്കെ ഇൻഡക്ഷൻ മോട്ടറിലുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വലന്റ് സർക്യൂട്ട്. മൊത്തത്തിൽ ഇക്വലന്റ് സർക്യൂട്ട് ഇതാണ്. R1 ഉം X1 ഇത് നമ്മൾ പെർ ഫേസ് ക്വാണ്ടിറ്റി ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, എപ്പോഴും 3-phase സർക്യൂട്ടിൽ എപ്പോഴും നമ്മൾ പെർ ഫേസ് വെച്ചിട്ടാണ് നമ്മൾ എല്ലാ കാൽക്കുലേഷൻസും നടക്കാം. ഓക്കെ, നമുക്കറിയാം ഫേസ് വോൾട്ടേജ് ആണ് VP. R1 ഉം X1 ഉം നമ്മുടെ JX1 എന്ന് പറഞ്ഞാൽ സ്റ്റേറ്ററിന്റെ റെസിസ്റ്റൻസും റിയാക്ടൻസ് ആണ്. R0 ഉം X0 ഉം നമ്മൾ നോ ലോഡ് പാരാമീറ്റേഴ്സ് ആണ്. ട്രാൻസ്ഫോമർ പഠിച്ചതുപോലെ 3-phase ഇൻഡക്ഷൻ മോട്ടറിലെ നോ ലോഡ് പാരാമീറ്റേഴ്സ് ആണ് R0 ഉം X0 ഉം. ഓക്കെ, E1 സ്റ്റേറ്റർ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF E1. E2 എന്ന് പറഞ്ഞാൽ റോട്ടറിൽ വരുന്ന EMF ആണ്, റോട്ടറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF ആണ്. E2 IR എന്ന് പറഞ്ഞാൽ റോട്ടറിൽ കൂടി പോകുന്ന കറണ്ട്. R2 ഉം X2 ഉം റോട്ടറിന്റെ റെസിസ്റ്റൻസും റിയാക്ടൻസും. ഇവിടെ ഓർത്തിരിക്കേണ്ട അടുത്തൊരു പോയിന്റ് ആണ് RL എന്ന് പറയുന്നത്. RL എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ട്രാൻസ്ഫോമറിന്റെ കേസിൽ നമ്മൾ ലോഡാണ് കണക്ട് ചെയ്യുക, ഇലക്ട്രിക്കൽ ലോഡാണ് കണക്ട് ചെയ്യുക. നേരെ മറിച്ച് ഇൻഡക്ഷൻ മോട്ടറിൽ നമുക്കറിയാം നമ്മുടെ ലോഡ് സൈഡിൽ വരുന്നത് മോട്ടറാണ്, മീൻസ് റൊട്ടേറ്റിംഗ് ആണ് നമ്മുടെ സ്പീഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ അതിന് ഒരു മെക്കാനിക്കൽ ഇക്വലന്റ് ലോഡായിട്ട് നമ്മൾ ചെയ്ത RL എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ ഇക്വലന്റ് ലോഡാണ്. മെക്കാനിക്കൽ ലോഡിന് ഈക്വലന്റ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ആണ് നമ്മൾ RL ആയിട്ട് എടുക്കുക. ആ RLന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ R2 × 1 ഡിവൈഡഡ് ബൈ S - 1 ആണ്. അതായത് മെക്കാനിക്കൽ ഇക്വലന്റ് ലോഡ് എപ്പോഴും റോട്ടറിന്റെ റെസിസ്റ്റൻസ് × 1 ഡിവൈഡഡ് ബൈ S - 1 ആണ്. ഇമ്പോർട്ടന്റ് റിലേഷൻഷിപ്പ് ആണ്, ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. വാട്ട് ഈസ് ദി മെക്കാനിക്കൽ ഇക്വലന്റ് ലോഡ് ഓഫ് എൻ ഇൻഡക്ഷൻ മോട്ടർ? ഓക്കെ, R2 × 1 ബൈ S - 1 ആണ്. അടുത്ത ഈ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റർ പാരാമീറ്റേഴ്സ് എല്ലാം റോട്ടർ പാരാമീറ്റേഴ്സിലേക്ക് മാറ്റുമ്പോൾ ഇതാകുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് ഈ വരച്ചിരിക്കുന്നത് റെഫർ ടു സ്റ്റേറ്റർ. അതായത് ഈ സെക്കൻഡറിയിലത്തെ എല്ലാ പാരാമീറ്റേഴ്സും നമ്മൾ പ്രൈമറിയിലോട്ട് മാറ്റുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സർക്യൂട്ട് കിട്ടും. ഈ ജസ്റ്റ് രണ്ട് സർക്യൂട്ടും ജസ്റ്റ് ഓർത്തിരിക്കാം. ഇക്വലന്റ് സർക്യൂട്ട് നിങ്ങളുടെ സിലബസിൽ കൊടുത്തുകൊണ്ടാണ് ഇത് കാണിക്കുന്നത്. നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഇക്വലന്റ് സർക്യൂട്ട് അടുത്ത ഡയഗ്രാമിൽ കാണിച്ചു തരാം. ഈ ബോർഡിൽ കാണുന്നതാണ് തെവെനിൻ ഇക്വലന്റ് സർക്യൂട്ട് ഓഫ് 3-phase ഇൻഡക്ഷൻ മോട്ടർ. ഈ സർക്യൂട്ട് നിങ്ങൾ ഓർത്തിരിക്കണം. ഇതിൽ നിന്നാണ് നമ്മൾ ടോർക്കും ബാക്കിയുള്ള റിലേഷൻഷിപ്പ് ഡിറൈവ് ചെയ്യുന്നത്. ഈ ഒരു സർക്യൂട്ടിൽ നിന്നാണ്. ഇത് നിങ്ങൾ ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. തെവെനിൻ സർക്യൂട്ട് ആണിത്. RTH ഉം XTH ഉം സ്റ്റേറ്ററിന്റെ ഇംപെഡൻസ് ആണ് കാണിക്കുന്നത്. X2 സ്റ്റേറ്ററിന്റെ റോട്ടറിന്റെ റിയാക്ടൻസും R2' ഡിവൈഡഡ് ബൈ S എന്ന് പറഞ്ഞാൽ റോട്ടറിന്റെ മെക്കാനിക്കൽ ഇക്വലന്റ് ലോഡ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അതാണ് R2' ബൈ S എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് I2' കറണ്ട് റോട്ടറിൽ കൂടി പോകുന്ന കറണ്ട് I2'ന്റെ വാല്യൂ നമുക്കറിയാം. നമ്മുടെ സർക്യൂട്ട് ചെയ്ത് വെച്ചിട്ട് VTH അപ്ലൈഡ് വോൾട്ടേജ് VTH ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് RTH പ്ലസ് R2' ബൈ S ഹോൾ സ്ക്വയർ. അതായത് RTH ഉം R2' റെസിസ്റ്റൻസ് ടേംസ് ആഡ് ചെയ്തിട്ട് അതിന്റെ സ്ക്വയർ എടുത്തു പ്ലസ് റിയാക്ടൻസ് പിന്നെ റോട്ടറിന്റെയും അതുപോലെ തന്നെ സ്റ്റേറ്ററിന്റെയും റിയാക്ടൻസ് ആഡ് ചെയ്ത് സ്ക്വയർ എടുത്തു. അതിന്റെ സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് I2' കിട്ടും. അപ്പോൾ ഈ ജസ്റ്റ് ഈ ഇക്വലന്റ് സർക്യൂട്ട് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ റോട്ടറിന്റെ കറണ്ട് I2' എന്താണെന്ന് ഓർത്തിരിക്കുക. അടുത്തത് നമ്മൾ ഫുൾ ലോഡ് ടോർക്കും അതുപോലെ തന്നെ മാക്സിമം ടോർക്കിന്റെ ഇക്വേഷൻ ആയിട്ട് കാണാൻ പോവാണ്. ആദ്യം നമ്മൾ സ്റ്റേറ്റർ ഇംപെഡൻസും എടുത്തിട്ടാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. നോർമലി സ്റ്റേറ്റർ ഇംപെഡൻസ് ചില കേസിലൊക്കെ നെഗ്ലക്ട് ചെയ്യും. ഓക്കെ, നമ്മൾ ആദ്യം നമ്മൾ ഇക്വേഷൻ കാണാൻ പോകുന്നത് സ്റ്റേറ്റർ ഇംപെഡൻസ് നമ്മൾ എടുക്കുമ്പോൾ എന്താണ് ഫുൾ ലോഡ് ടോർക്കിന്റെ ഇക്വേഷൻ നോക്കാം. നമുക്കറിയാം ഇതാണ് നമ്മുടെ ഇക്വലന്റ് സർക്യൂട്ട് എന്ന് പറഞ്ഞതാണ്. VTH പറഞ്ഞാൽ സപ്ലൈ വോൾട്ടേജ് ആണ്. നമുക്ക് സപ്ലൈ വോൾട്ടേജിന്റെ ഫേസ് വോൾട്ടേജ് ആണ് VTH. RTH ഉം XTH ഉം സ്റ്റേറ്ററിന്റെ ഇംപെഡൻസ് സ്റ്റേറ്റർ ഇംപെഡൻസ് ആണ്. RTH പ്ലസ് JXTH എന്ന് പറഞ്ഞാൽ സ്റ്റേറ്ററിന്റെ ഇംപെഡൻസ് ആണ്. അതായത് സ്റ്റേറ്ററിന്റെ റെസിസ്റ്റൻസും സ്റ്റേറ്ററിന്റെ റിയാക്ടൻസും ആണ് RTH ഉം XTH ഉം. X2' ഉം R2' ഉം റോട്ടറിന്റെ ഇംപെഡൻസും റോട്ടറിന്റെ റെസിസ്റ്റൻസും റോട്ടറിന്റെ റിയാക്ടൻസും ആണ് X2' ഉം R2' ഉം. ഡാഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെക്കൻഡറിയിൽ നിന്ന് പ്രൈമറിയിലോട്ട് റെഫർ ചെയ്തുകൊണ്ടാണ് നമ്മൾ X2' ഉം R2' എന്ന് പറയുന്നത്.
ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫുൾ ലോഡ് ടോർക്കിന്റെ ഇക്വേഷൻ പറഞ്ഞ ഇതായിരിക്കും, ഓർത്തിരിക്കാം, ഇമ്പോർട്ടന്റ് ആണ്. ഫുൾ ലോഡ് ടോർക്കിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 3 ഡിവൈഡഡ് ബൈ ഒമേഗ എസ് ഇൻറ്റു VTH സ്ക്വയർ ഡിവൈഡഡ് ബൈ RTH പ്ലസ് R2 ഡാഷ് ബൈ S ദി ഹോൾ സ്ക്വയർ പ്ലസ് XTH പ്ലസ് X2 ഡാഷ് ദി ഹോൾ സ്ക്വയർ ഇൻറ്റു R2 ഡാഷ് ഡിവൈഡഡ് ബൈ S. ഈ എഴുതിയിരിക്കുന്ന റിലേഷൻഷിപ്പ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇത് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റർ ഇംപെഡൻസ് ഇല്ലാണ്ട് എടുക്കുന്ന ഫുൾ ലോഡ് ടോർക്കും ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓർക്കാം, ഫുൾ ലോഡ് ടോർക്കിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 3 ഡിവൈഡഡ് ബൈ ഒമേഗ എസ് ഇൻറ്റു VTH സ്ക്വയർ ഡിവൈഡഡ് ബൈ RTH പ്ലസ് R2 ഡാഷ് ഹോൾ സ്ക്വയർ. അതായത് സ്റ്റേറ്റർ ഇംപെഡൻസും പ്ലസ് റോട്ടറിന്റെ ഇംപെഡൻസിന്റെയും ഹോൾ സ്ക്വയർ പ്ലസ് സ്റ്റേറ്ററിന്റെയും റോട്ടറിന്റെ റിയാക്ടൻസിന്റെ ഹോൾ സ്ക്വയർ ഇൻറ്റു മെക്കാനിക്കൽ ഇക്വലന്റ് ഓഫ് ലോഡ് R2 ഡാഷ് ഡിവൈഡഡ് ബൈ S. അതാണ് ഫുൾ ലോഡ് ടോർക്ക്. അടുത്തത് മാക്സിമം ടോർക്ക്. മാക്സിമം ടോർക്കിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 3 ഡിവൈഡഡ് ബൈ 2 ഒമേഗ എസ്. 3 ഡിവൈഡഡ് ബൈ 2 ഒമേഗ എസ് ആവും ഇൻറ്റു VTH സ്ക്വയർ ഡിവൈഡഡ് ബൈ RTH പ്ലസ് റൂട്ട് ഓഫ് RTH സ്ക്വയർ പ്ലസ് XTH പ്ലസ് X2 ഡാഷ് ദി ഹോൾ സ്ക്വയർ. ഇതാണ് മാക്സിമം ടോർക്കിന്റെ ഇക്വേഷൻ. മാക്സിമം ടോർക്കിന് നമ്മൾ വിളിക്കുന്ന വേറെ പേരുകളാണ് സ്റ്റോളിംഗ് ടോർക്ക്, അല്ലെങ്കിൽ പുൾ ഔട്ട് ടോർക്ക്, അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ടോർക്ക്. ഈ 3 പേരിലും നമുക്ക് മാക്സിമം ടോർക്കിനെ റെപ്രസെന്റ് ചെയ്യാം. ചിലപ്പോൾ നിങ്ങൾക്ക് പ്രോബ്ലം ഒക്കെ ചോദിക്കുകയാണെങ്കിൽ എന്താണ് പുൾ ഔട്ട് ടോർക്ക് അല്ലെങ്കിൽ എന്താണ് ബ്രേക്ക് ഡൗൺ ഒക്കെ ടോർക്ക് നമുക്ക് ചോദിക്കുകയാണെങ്കിൽ അത് കണ്ടുപിടിക്കാനായിട്ട് പറയുന്നത് വെച്ചാൽ Tmax, മാക്സിമം ടോർക്കാണ് കണ്ടുപിടിക്കാനായിട്ട് പറയുന്നത്. ഓക്കെ, അടുത്തത് സ്ലിപ്പ് അറ്റ് മാക്സിമം ടോർക്ക്. അതായത് മാക്സിമം ടോർക്ക് ഉണ്ടാകുന്ന സമയത്തുള്ള സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ R2 ഡാഷ് ഡിവൈഡഡ് ബൈ RTH സ്ക്വയർ പ്ലസ് XTH പ്ലസ് X2 ഡാഷ് ദി ഹോൾ സ്ക്വയർ ആണ് എന്ത് സ്ലിപ്പ് അറ്റ് മാക്സിമം ടോർക്ക് എന്ന് പറയുന്നത്. ഈ ഇക്വേഷൻ ആണ് ഓർത്തിരിക്കേണ്ടത്. സ്ലിപ്പ് അറ്റ് മാക്സിമം ടോർക്ക് എന്ന് പറഞ്ഞാൽ R2 ഡാഷ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് RTH സ്ക്വയർ പ്ലസ് XTH പ്ലസ് X2 ഡാഷ് ദി ഹോൾ സ്ക്വയർ. ഈ 3 ഇക്വേഷൻസ് ഓർത്തിരിക്കുക. ഫുൾ ലോഡ് ടോർക്ക്, മാക്സിമം ടോർക്ക് ആൻഡ് സ്ലിപ്പ് അറ്റ് മാക്സിമം ടോർക്ക്. അതുപോലെ തന്നെ ഈ 3 പേരുകളും ഓർത്തിരിക്കുക. ഇതെന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത് സ്റ്റോളിംഗ് ടോർക്ക്, അല്ലെങ്കിൽ ഫുൾ ഔട്ട് ടോർക്ക്, അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ടോർക്ക്. ഇതിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. മാക്സിമം ടോർക്ക് റെപ്രസെന്റ് ചെയ്യുന്ന വേറെ പേരുകളാണ് ഈ 3. ഇനി സ്റ്റേറ്റർ ഇംപെഡൻസ് നമ്മൾ നെഗ്ലക്ട് ചെയ്യുകയാണെങ്കിൽ, ക്വസ്റ്റ്യനിൽ തരാണ് ഇഫ് ദി സ്റ്റേറ്റർ ഇംപെഡൻസ് നെഗ്ലക്റ്റഡ്. സ്റ്റേറ്റർ ഇംപെഡൻസ് നെഗ്ലക്ട് ചെയ്യുകയാണെങ്കിൽ എന്താണ് ഉണ്ടാവുക? RTHും XTHും 0 ആവും. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ RTHന്റെയും XTHന്റെയും സ്ഥാനത്ത് 0 ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റേറ്റർ ഇംപെഡൻസ് എടുക്കാണ്ട് ഉള്ള ഫുൾ ലോഡ് ടോർക്കും മാക്സിമം ടോർക്കും അതുപോലെ തന്നെ സ്ലിപ്പ് അറ്റ് മാക്സിമം ടോർക്കും കിട്ടും. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് സ്റ്റേറ്റർ ഇംപെഡൻസ് എടുക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഇക്വേഷൻ കിട്ടുക നമുക്ക് നോക്കാം. സ്റ്റേറ്റർ ഇംപെഡൻസ് നെഗ്ലക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന RTHും അതുപോലെ തന്നെ XTHും 0 ആയി പോകും. അപ്പോൾ നമുക്ക് നേരത്തെ ഇക്വേഷനിൽ RTHന് 0 ഇട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ടേം പോകും, RTHന്റെ ഈ ഒരു ടേം പോകും. ഓക്കെ, XTHന്റെ ഈ ഒരു ടേമും പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. നമ്മുടെ അവസാനത്തെ ഫൈനൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. എന്താണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ X2 ഡാഷ് ദി ഹോൾ സ്ക്വയർ. അതായത് 3 ഡിവൈഡഡ് ബൈ ഒമേഗ എസ് ഇൻറ്റു VTH സ്ക്വയർ ഡിവൈഡഡ് ബൈ R2 ഡാഷ് ബൈ S ദി ഹോൾ സ്ക്വയർ പ്ലസ് X2 ഡാഷ് ദി ഹോൾ സ്ക്വയർ ആയിരിക്കും ഫുൾ ലോഡ് ടോർക്കിന്റെ ഇക്വേഷൻ. ഇനി മാക്സിമം ടോർക്കിൽ RTHും XTHും 0 എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ടേമും ക്യാൻസൽ ആയി പോകും. ഓക്കെ, RTH പോയാൽ ഈ ഒരു ടേമും ക്യാൻസൽ ആയി പോകും. XTH പോയാൽ ഈ ഒരു ടേമും ക്യാൻസൽ ആയി പോകും. X2 ഡാഷ് ഹോൾ സ്ക്വയർ മാത്രമാണ് അടിയിൽ വരാം. അത് റൂട്ടിന്റെ സ്ഥാനത്തായതുകൊണ്ട് ഇത് വെറും X2 ഡാഷ് ആയി മാറും. ഇറ്റ് വിൽ ബി ഓൺലി X2 ഡാഷ്. ഇതാണ് മാക്സിമം ടോർക്കിന്റെ ഇക്വേഷൻ. എന്ത് സ്റ്റേറ്റർ ഇംപെഡൻസ് ഇസ് നെഗ്ലക്റ്റഡ്. ഇനി മാക്സിമം ടോർക്ക് ഉണ്ടാകുന്ന സമയത്തുള്ള സ്ലിപ്പിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? RTH സ്ക്വയർ 0 ആയി പോയി, XTHും 0 ആയി പോയി, X2 ഡാഷ് ഹോൾ സ്ക്വയർ റൂട്ടിനടിയിൽ ആയതുകൊണ്ട് വെറും X2 ഡാഷ് വരും. R2 ഡാഷ് ഡിവൈഡഡ് ബൈ X2 ഡാഷ്. ഇതാണ് സ്ലിപ്പ് അറ്റ് മാക്സിമം ടോർക്ക് when the stator impedance is neglected. അപ്പോൾ ഈ 3 ഇക്വേഷൻസും ഓർത്തിരിക്കാം. സ്റ്റേറ്റർ ഇംപെഡൻസ് നെഗ്ലക്ട് ചെയ്യുന്ന സമയത്തും നെഗ്ലക്ട് ചെയ്യാത്ത സമയത്തുള്ള ഇക്വേഷൻസ് ഓർത്തിരിക്കണം. ഓക്കെ, മെയിനായിട്ട് നിങ്ങൾ സ്റ്റേറ്റർ ഇംപെഡൻസ് കൺസിഡർ ചെയ്യുന്ന കേസിൽ ഇക്വേഷൻ പഠിക്കുകയാണെങ്കിൽ ജസ്റ്റ് അതിന് XTHും അതുപോലെ തന്നെ RTH 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റേറ്റർ ഇംപെഡൻസ് നെഗ്ലക്ട് ചെയ്ത സമയത്തുള്ള ഇക്വേഷൻസ് നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. അപ്പോൾ സ്റ്റേറ്റർ ഇംപെഡൻസ് കൺസിഡർ ചെയ്യുന്ന കേസിൽ ഇക്വേഷൻസ് നിങ്ങൾ ഓർത്തിരിക്കുക. ഈ 2 റിലേഷൻഷിപ്പിൽ നിന്ന് കിട്ടുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺക്ലൂഷൻ ആണ് ഇത്. Tmax, അതായത് മാക്സിമം ടോർക്ക് റോട്ടറിന്റെ റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. അതായത് മാക്സിമം ടോർക്ക് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് റോട്ടർ റെസിസ്റ്റൻസ്. എന്നാൽ അതേസമയം സ്ലിപ്പ് അറ്റ് മാക്സിമം ടോർക്ക്, അതിന്റെ സ്ലിപ്പ് മാക്സിമം ടോർക്കിന്റെ സമയത്ത് ഉണ്ടാകുന്ന സ്ലിപ്പ് റോട്ടറിന്റെ റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡന്റ് ആണ്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടന്റ് കൺക്ലൂഷൻ ആണ്. ഈ 2 പോയിന്റ് ഓർത്തിരിക്കണം. മാക്സിമം ടോർക്ക് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് റോട്ടർ റെസിസ്റ്റൻസ് ബട്ട് ദ സ്ലിപ്പ് അറ്റ് മാക്സിമം ടോർക്ക് ഈസ് ഡിപ്പെൻഡന്റ് ഓൺ റോട്ടർ റെസിസ്റ്റൻസ്. രണ്ടും ഒബ്ജക്റ്റീവ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. മാക്സിമം ടോർക്ക് ഇൻഡിപെൻഡന്റ് ഓഫ് റോട്ടർ റെസിസ്റ്റൻസ് ആണ്, എന്നാൽ സ്ലിപ്പ് അറ്റ് മാക്സിമം ടോർക്ക് റോട്ടർ റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യും. നേരെ മറിച്ച് ഫുൾ ലോഡ് ടോർക്ക് രണ്ടിനും ഡിപ്പെൻഡ് ചെയ്യും. റോട്ടർ റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യും, അതുപോലെ തന്നെ സ്ലിപ്പിനെ ഡിപ്പെൻഡ് ചെയ്യും ഫുൾ ലോഡ് ടോർക്ക്. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് സ്ലിപ്പിന്റെ.
ഇപ്പോൾ സപ്പോസ് എസ് ഇസ് ദി ഫുൾ ലോഡ് സ്ലിപ്പ്, എസ് എന്ന് പറഞ്ഞാൽ ഫുൾ ലോഡ് സ്ലിപ്പാണ്, എസ് ടി മാക്സ് എന്ന് പറഞ്ഞാൽ സ്ലിപ്പ് അറ്റ് മാക്സിമം ടോർക്ക് ആണെങ്കിൽ ഈ രണ്ട് റേഷ്യോസും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നേരിട്ട് ചോദിച്ചിട്ടുള്ള കുറേ വട്ടം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. വാട്ട് ഇസ് ദി റേഷ്യോ ഓഫ് ഫുൾ ലോഡ് ടോർക്ക് ടു മാക്സിമം ടോർക്ക്, അതുപോലെ തന്നെ റേഷ്യോ ഓഫ് സ്റ്റാർട്ടിംഗ് ടോർക്ക് ടു മാക്സിമം ടോർക്ക്. റേഷ്യോ ഓഫ് ഫുൾ ലോഡ് ടോർക്ക് മാക്സിമം ടോർക്ക് എന്ന് പറഞ്ഞാൽ തരുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ടൈംസ് എസ് ഇൻറ്റു എസ് ടി മാക്സ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എസ് ടി മാക്സ് ദി ഹോൾ സ്ക്വയർ ആണ് ഫുൾ ലോഡ് ടോർക്ക് ടു മാക്സിമം ടോർക്ക് ഇക്വേഷൻ. ഇനി സ്റ്റാർട്ടിംഗ് ടോർക്ക് കിട്ടാനായിട്ട് നമ്മുടെ ടോർക്ക് ഇക്വേഷനിൽ ഫുൾ ലോഡ് ടോർക്ക് ഇക്വേഷനിൽ എസിന്റെ വാല്യൂ 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ടിംഗ് ടോർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ എസിലെ 1 കൊടുത്തു കഴിഞ്ഞാൽ ഈ എഫ് എൽ ടി എഫ് എൽ എന്ന് പറയുന്നത് ടി എസ് ടി ആവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടി എസ് ടി ഡിവൈഡഡ് ബൈ ടി മാക്സ് വിൽ ബി ഈക്വൽ ടു 2 ടൈംസ് എസ് ടി മാക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് എസ് ടി മാക്സ് ദി സ്ക്വയർ. ഈ രണ്ട് റിലേഷൻഷിപ്പും ഓർത്തിരിക്കണം. അതുകൊണ്ടാണ് റെഡ് കൊണ്ട് എഴുതിയിരിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് റേഷ്യോ ഫുൾ ലോഡ് ടോർക്ക് ടു മാക്സിമം ടോർക്ക് ആസ് വെൽ ആസ് സ്റ്റാർട്ടിംഗ് ടോർക്ക് ടു മാക്സിമം ടോർക്ക്. എല്ലാ ഇക്വേഷനിലും സ്റ്റാർട്ടിംഗ് കണ്ടീഷൻ കണ്ടുപിടിക്കാനായിട്ട് എസിന്റെ വാല്യൂ ജസ്റ്റ് 1ന് ഈക്വൽ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ടിംഗ് ടോർക്ക് കിട്ടും. ടോർക്ക് സ്ലിപ്പ് ക്യാരയാണ്, ഇമ്പോർട്ടന്റ് ആണ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻഡക്ഷൻ മോട്ടർ ടോർക്ക് സ്ലിപ്പ്. ബട്ട് സ്റ്റാർട്ടിംഗിലെ ഓർത്തിരിക്കുന്ന അടുത്ത പോയിന്റ് ടി ഈസ് പ്രൊപ്പോർഷണൽ ടു 1/s ആണ്. സ്റ്റാർട്ടിംഗിലെ ടോർക്ക് സ്ലിപ്പിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതേസമയം നോർമൽ റണ്ണിംഗ് കണ്ടീഷനിൽ ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു എസ്. രണ്ട് കണ്ടീഷനും ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റാർട്ടിംഗിലെ ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു 1/s and at normal running condition torque is proportional to s. ഈ രണ്ട് കണ്ടീഷനിൽ നിന്നാണ് ഈ ടോർക്ക് സ്ലിപ്പ് ക്യാര വരച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് സിൻക്രണസ് സ്പീഡിന്റെയും അതുപോലെ തന്നെ സ്ലിപ്പിന്റെ മാക്സ് ആണ്. സിൻക്രണസ് സ്പീഡ് ഈ ഡയറക്ഷനിൽ കൂടിക്കൊണ്ടിരിക്കും, എന്നാൽ സ്ലിപ്പ് ഇവിടെ നിന്നാണ് കൂടിക്കൊണ്ടിരിക്കുക. നമുക്കറിയാം സ്റ്റാർട്ടിംഗിൽ എന്താണ്? സ്റ്റാർട്ടിംഗിൽ സ്ലിപ്പിന്റെ വാല്യൂ 1 ആണ്. അതേസമയം റോട്ടറിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ ഇത് റോട്ടറിന്റെ ആക്സിസ് ആണെങ്കിൽ അല്ലെങ്കിൽ സ്പീഡിന്റെ ആക്സിസ് ആണെങ്കിൽ സ്റ്റാർട്ടിംഗിലെ സ്പീഡ് 0യും എന്നാൽ സ്ലിപ്പിന്റെ വാല്യൂ 1 ആണ്. ഓക്കെ, ഇനി റോട്ടറിന്റെ സ്പീഡ് സിൻക്രണസ് സ്പീഡിന് ഈക്വൽ ആവണമെങ്കിൽ എന്തുണ്ടാവുക? ആ സമയത്ത് റോട്ടർ റൊട്ടേറ്റ് ചെയ്യില്ല. അപ്പോൾ ആ സമയത്ത് സ്ലിപ്പ് 0 ആണ്. അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് എസ് 0 ആണ്. അതുകൊണ്ടാണ് സ്ലിപ്പിന്റെ ആക്സിസ് ഈ ഒരു ഡയറക്ഷനിലാണ് സ്ലിപ്പിന്റെ ആക്സിസ് കൂടിക്കൊണ്ടിരിക്കുക. ഇനി സ്റ്റാർട്ടിംഗിൽ പറഞ്ഞ പോലെ സ്റ്റാർട്ടിംഗ് ടോർക്ക് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/s. അതായത് ഈ ഒരു ഡയറക്ഷനിൽ പോകുമ്പോൾ ടോർക്കിന്റെ വാല്യൂ കുറയാണ് ചെയ്യുന്നത്. ഓക്കെ, ടോർക്കിന്റെ വാല്യൂ കുറയുമ്പോൾ എന്തുണ്ടാവുക? സ്ലിപ്പിന്റെ വാല്യൂ കുറയുമ്പോൾ ടോർക്കിന്റെ വാല്യൂ കൂടും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയയിൽ ആസ് സ്ലിപ്പ് ഡിക്രീസസ് ടോർക്ക് ഇൻക്രീസസ്. സ്ലിപ്പ് ഡിക്രീസ് ചെയ്യുമ്പോൾ ടോർക്ക് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു ഭാഗത്ത് സ്ലിപ്പ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എസ്. ഇനി ഒരു പോയിന്റ് എത്തുമ്പോൾ സ്ലിപ്പ് ടോർക്ക് മാക്സിമം ആയിരിക്കും. ഇതാണ് മാക്സിമം ടോർക്ക്. അതിനുശേഷം വരുന്ന ഏരിയ, അതായത് നോർമൽ റണ്ണിംഗ് കണ്ടീഷനിലേക്ക് പോകുമ്പോൾ ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു എസ്. അതായത് ഇവിടെ നിന്ന് സ്ലിപ്പ് വീണ്ടും കുറയാണ്. സ്ലിപ്പ് കുറയുമ്പോൾ അതിനെ നമ്മൾ സ്ലിപ്പ് കുറയുമ്പോൾ എന്തുണ്ടാവും? നോർമൽ റണ്ണിംഗ് കണ്ടീഷനായി. നോർമൽ റണ്ണിംഗ് കണ്ടീഷനിൽ സ്ലിപ്പ് കുറയുമ്പോൾ ടോർക്കും കുറയും. അതാണ് ഈ ഒരു ഏരിയ. സ്ലിപ്പ് ഈസ് പ്രൊപ്പോർഷണൽ ടു എസ് ആണ് ഈ ഒരു ഏരിയനെ പറയാം. ഓക്കെ, ഈ ഒരു റീജിയൻ, അതായത് ഇവിടെ നിന്ന് ഈ ഒരു റീജിയനെയാണ് നമ്മൾ നോർമൽ റണ്ണിംഗ് കണ്ടീഷൻ എന്ന് പറയാം. നോർമൽ റണ്ണിംഗ് കണ്ടീഷനാണ് ഈ ഒരു ഏരിയ. നോർമൽ റണ്ണിംഗ് കണ്ടീഷനാണ് ആ ഒരു ഏരിയ. ഈ ഒരു റീജിയൻ എന്ന് പറയുന്ന റീജിയനാണ് സ്റ്റാർട്ടിംഗ് റീജിയൻ. ഇതാണ് സ്റ്റാർട്ടിംഗ് റീജിയൻ. ഈ ഒരു ഏരിയ ഇതിനെ നമ്മൾ ബ്രേക്കിംഗ് റീജിയൻ എന്ന് പറയും. ബ്രേക്കിംഗ് റീജിയൻ. ഇവിടെ നമുക്കറിയാം സ്റ്റാർട്ടിംഗ് തന്നെയാണ്. അതായത് സ്ലിപ്പ് കൂടുന്തോറും ടോർക്കിന്റെ വാല്യൂ കുറഞ്ഞ് 0ലേക്ക് പോവാണ്. അതായത് അവസാനം അത് റോട്ടർ സ്റ്റോപ്പ് ആവും. അപ്പോൾ ഈ ഒരു 3 റീജിയൻ ഓർത്തിരിക്കുക. ബ്രേക്കിംഗ് റീജിയൻ എന്ന് പറഞ്ഞാൽ സ്ലിപ്പിന്റെ വാല്യൂ 1നും 2നും ഇടയിലായിരിക്കും. ഓക്കെ, ഈ ഒരു പോയിന്റിനെയാണ് നമ്മൾ മാക്സിമം സ്ലിപ്പ് അറ്റ് മാക്സിമം ടോർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു. ഓക്കെ, മാക്സിമം ടോർക്കിന്റെ സമയത്തുള്ള സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ R2 ഡാഷ് ഡിവൈഡഡ് ബൈ X2 ഡാഷ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു സ്റ്റാർട്ടിംഗ് ടോർക്ക് നെവർ ഡിപ്പെൻഡ്സ് ഓൺ റോട്ടർ റെസിസ്റ്റൻസ് ബട്ട് സ്ലിപ്പ് അറ്റ് മാക്സിമം ടോർക്ക് ഡിപ്പെൻഡ്സ് ഓൺ റോട്ടർ റെസിസ്റ്റൻസ്. അതാണ് ഈ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ഓർത്തിരിക്കേണ്ടത്. ഇനി ഓർത്തിരിക്കേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സമയത്തുള്ള സ്പീഡ് അറ്റ് മാക്സിമം ടോർക്ക് എന്ന് പറഞ്ഞാൽ 1 മൈനസ് ST മാക്സ് ഇൻറ്റു NS. ഇതാണ് സ്പീഡ് അറ്റ് മാക്സിമം ടോർക്ക്. മാക്സിമം ടോർക്കുള്ള സമയത്തുള്ള സ്പീഡ് എന്ന് പറഞ്ഞാൽ 1 മൈനസ് ST മാക്സ് ഇൻറ്റു NS ആണ്. അതുപോലെ മാക്സിമം ടോർക്കിന്റെ സമയത്തുള്ള സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ R2 ഡാഷ് ഡിവൈഡഡ് ബൈ X2 ഡാഷ് ആണ്. ഈ ഒരു ക്യാര വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് ഈ ക്യാര ഓർത്തിരിക്കാം. മെയിൻ ആയിട്ട് ഓർത്തിരിക്കേണ്ടത് സ്ലിപ്പിന്റെ റീജിയൻ 1നും 2നും ഇടയിലും എന്താണ് റീജിയൻ, 1നും ST മാക്സിന്റെ ഇടയിലും എന്ത് റീജിയൻ ആണ്, അതുപോലെ ST മാക്സിനും സിൻക്രണസ് S=0 റേഞ്ചിൽ ഏത് റീജിയൻ ആണ്. അപ്പോൾ തന്നെ ഓർത്തിരിക്കേണ്ടത് സ്റ്റാർട്ടിംഗിലെ ടോർക്ക് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/s ആൻഡ് നോർമൽ റണ്ണിംഗ് കണ്ടീഷനിലെ ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു S. അതുപോലെ ഓർത്തിരിക്കേണ്ടത് മാക്സിമം ടോർക്കിന്റെ സമയത്ത് ഉണ്ടാകുന്ന സ്ലിപ്പിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ R2 ഡാഷ് ഡിവൈഡഡ് ബൈ X2 ഡാഷ് ആണ്. അതുപോലെ മാക്സിമം ടോർക്കിന്റെ സമയത്തുള്ള സ്പീഡ് എന്ന് പറഞ്ഞാൽ 1 മൈനസ് ST മാക്സ് ഇൻറ്റു NS ആണ്. അതുപോലെ ഓർത്തിരിക്കേണ്ട അടുത്ത പോയിന്റ് ആണ് സ്ലിപ്പ് അറ്റ് മാക്സിമം ടോർക്ക് ഡിപ്പെൻഡ്സ് ഓൺ റോട്ടർ റെസിസ്റ്റൻസ് ബട്ട് മാക്സിമം ടോർക്ക് നെവർ ഡിപ്പെൻഡ്സ് ഓൺ റോട്ടർ റെസിസ്റ്റൻസ്. അപ്പോൾ ഈ പോയിന്റ്സ് എല്ലാം ഓർത്തിരിക്കുക. അടുത്ത ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ സിലബസിലുള്ളത് പവർ ഇക്വേഷൻ. പവറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇൻഡക്ഷൻ മോട്ടറിൽ.
പവർ ഇക്വേഷൻ നമ്മൾ ട്രാൻസ്ഫോമർ പഠിച്ച പോലെ തന്നെയാണ്. ഇതിൽ നമുക്കറിയാം സ്റ്റേറ്ററും റോട്ടറും ഉണ്ട്. സ്റ്റേറ്ററിലോട്ട് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നു. ആ സ്റ്റേറ്റർ ഇൻപുട്ട് നമുക്കറിയാം നമ്മുടെ സപ്ലൈ ആണ്. ആ സപ്ലൈ ഫ്രീക്വൻസി സപ്ലൈ കൊണ്ട് നമുക്ക് സ്റ്റേറ്ററിൽ ലോസ് ഉണ്ടാവും, കോപ്പർ ലോസും കോർ ലോസും ഒക്കെ ഉണ്ടാവും. ഈ സ്റ്റേറ്റർ ഇൻപുട്ടിൽ നിന്നും സ്റ്റേറ്റർ ലോസ് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എയർ ഗ്യാപ്പ് പവർ, അതായത് എയർ ഗ്യാപ്പിൽ ഉണ്ടാകുന്ന പവർ നമുക്ക് കിട്ടും. അതിനെ നമ്മൾ PG എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ആ എയർ ഗ്യാപ്പ് പവറിൽ നിന്ന് റോട്ടറിൽ ഉണ്ടാകുന്ന കോപ്പർ ലോസ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെക്കാനിക്കൽ പവർ ഡെവലപ്ഡ് കിട്ടും. ഓക്കെ, അത് നമ്മൾ PMD എന്നാണ് എഴുതിയിരിക്കുന്നത്. മെക്കാനിക്കൽ പവർ ഡെവലപ്ഡ്, ആർമേച്ചർ ഡെവലപ്പ് ചെയ്യുന്ന മെക്കാനിക്കൽ പവർ ആണ് PMD. അല്ലാണ്ട് നമ്മുടെ ഔട്ട്പുട്ട് അല്ല PMD. ഈ മെക്കാനിക്കൽ പവർ അല്ലെങ്കിൽ PMDയിൽ നിന്നും മെക്കാനിക്കൽ ലോസസ് കുറച്ച് കഴിഞ്ഞാൽ, ഫ്രിക്ഷണൽ ലോസും മറ്റുള്ള റൊട്ടേഷൻ ലോസും കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പവറിനെയാണ് നമ്മൾ ഔട്ട്പുട്ട് ഷാഫ്റ്റ് പവർ എന്ന് പറയുന്നത്. ഔട്ട്പുട്ട് ഷാഫ്റ്റ് പവർ മെക്കാനിക്കൽ പവറിൽ നിന്ന് മെക്കാനിക്കൽ ലോസസ് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന പവറാണ് ഔട്ട്പുട്ട് ഷാഫ്റ്റ് പവർ. ഇതാണ് ഇൻഡക്ഷൻ മോട്ടറിലെ പവർ ഫ്ലോയുടെ ഡയഗ്രാം. ഓക്കെ, അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർത്തിരിക്കേണ്ട റിലേഷൻഷിപ്പ് ആണ് ഇത്. എയർ ഗ്യാപ്പ് പവർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റോട്ടറിൽ കൂടി പോകുന്ന കറണ്ട് ഇൻറ്റു R2 ഡിവൈഡഡ് ബൈ S, അല്ലെങ്കിൽ ലോഡ് റെസിസ്റ്റൻസ് R2 ബൈ S ആണ് എയർ ഗ്യാപ്പ് പവർ. Y2 R ആണ് നമ്മുടെ നമ്മുടെ പവറിന്റെ ഇക്വേഷൻ. അപ്പോൾ എയർ ഗ്യാപ്പ് പവർ PG is equal to I2 into R2 ഡിവൈഡഡ് ബൈ S ആണ്. അങ്ങനെയെങ്കിൽ റോട്ടർ കോപ്പർ ലോസ് നമുക്കറിയാം IR2 into R2 ആണ് റോട്ടർ കോപ്പർ ലോസ്. റോട്ടറിലാണ് കോപ്പർ ലോസ് എന്ന് പറഞ്ഞാൽ IR2 into R2 ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ S ടൈംസ് PG നമുക്ക് റോട്ടർ കോപ്പർ ലോസിന് എഴുതാം. ഇമ്പോർട്ടൻ്റ് ആണ്. റോട്ടർ കോപ്പർ ലോസ് is equal to S ടൈംസ് പവർ ഡെവലപ്ഡ് ഇൻ ദി എയർ ഗ്യാപ്പ്. അടുത്തത് മെക്കാനിക്കൽ പവർ ഡെവലപ്മെന്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 1 മൈനസ് S ടൈംസ് PG ആണ് മെക്കാനിക്കൽ പവർ ഡെവലപ്ഡ്. അപ്പോൾ ഈ 3 റിലേഷൻഷിപ്പ് ഓർത്തിരിക്കുക. ഇതിൽ നിന്ന് റേഷ്യോ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇനി 3 റിലേഷൻഷിപ്പ് നമുക്ക് കിട്ടുന്ന റിലേഷൻഷിപ്പ് ആണ്. ഒന്ന് റേഷ്യോ ഓഫ് മെക്കാനിക്കൽ പവർ ഡെവലപ്ഡ് ടു എയർ ഗ്യാപ്പ് പവർ is equal to 1 മൈനസ് S. അതുപോലെ തന്നെ റേഷ്യോ ബിറ്റ്വീൻ റോട്ടർ കോപ്പർ ലോസ് ടു മെക്കാനിക്കൽ പവർ ഡെവലപ്ഡ് is equal to S ടൈംസ് 1 മൈനസ് S. അപ്പോൾ റോട്ടർ കോപ്പർ ലോസിന് 2 ഇക്വേഷൻ വേണമെങ്കിൽ ഏതാ. ഒന്നെങ്കിൽ റോട്ടർ കോപ്പർ ലോസ് is equal to S ടൈംസ് PG, അല്ലെങ്കിൽ റോട്ടർ കോപ്പർ ലോസ് is equal to S ഡിവൈഡഡ് ബൈ 1 മൈനസ് S ഇൻറ്റു PMD. അപ്പോൾ ഈ 2 പോയിന്റ് ഓർത്തിരിക്കുക, ഈക്വേഷൻസും ഓർത്തിരിക്കുക. സ്റ്റാർട്ടിംഗ് ഓഫ് 3-phase ഇൻഡക്ഷൻ മോട്ടർ ആണ് അടുത്ത ടോപ്പിക്. 3 ടൈപ്സ് ഓഫ് സ്റ്റാർട്ടിംഗ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ഒന്ന് DOL സ്റ്റാർട്ടിംഗ്, 2 ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടിംഗ്, 3 സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടിംഗ്. മെയിൻ ആയിട്ടുള്ള ഇത് റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. T start torque at starting torque divided by full load torque is equal to IST starting current divided by full load current the whole square into slip at full load. ഇതാണ് മെയിൻ ആയിട്ട് ഇത് ഗവേൺ ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്. അടുത്ത ആയിട്ട് DOL സ്റ്റാർട്ടിംഗ് ആണ്. DOL സ്റ്റാർട്ടിംഗ് വേറൊന്നല്ല, നേരെ നമ്മുടെ സ്റ്റേറ്ററിലോട്ട് നമ്മൾ സപ്ലൈ കൊടുക്കുന്നു. അതിനെയാണ് നമ്മൾ DOL സ്റ്റാർട്ടിംഗ് എന്ന് പറയാം. ഇത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുക അപ് ടു 7.5 kW വരെയാണ് നമ്മൾ DOL സ്റ്റാർട്ടിംഗ് മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, അടുത്തത് ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടിംഗ് ആണ്. ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടിംഗ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് TST ഡിവൈഡഡ് ബൈ TFL is equal to X2. X എന്ന് പറഞ്ഞാൽ ടാപ്പിംഗ് ആണ്. ഓട്ടോ ട്രാൻസ്ഫോമർ നമുക്കറിയാം ടാപ്പിംഗ്സ് ഉണ്ട്. ആ ടാപ്പിംഗിന്റെ വാല്യൂ ആണ് X എന്ന് പറഞ്ഞത്. ഓക്കെ, ഇൻറ്റു ISC, അത് ഷോർട്ട് സർക്യൂട്ട് കറന്റ് ആണ്. ISC ഡിവൈഡഡ് ബൈ ഫുൾ ലോഡ് കറന്റ് ഹോൾ സ്ക്വയർ ഇൻറ്റു സ്ലിപ്പ് ടൈംസ് ഫുൾ ലോഡ് ആണ് ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടിംഗിന്റെ ഗവേൺ ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്. അടുത്തത് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടിംഗ് ആണ്. സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടിംഗ് ആണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഇൻഡക്ഷൻ മോട്ടറിൽ യൂസ് ചെയ്യാം. അതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്റ്റാർട്ടിംഗ് കറന്റ് അല്ലെങ്കിൽ സ്റ്റാറിൽ കറന്റ് എന്ന് പറഞ്ഞാൽ 1/3 ടൈംസ് ആയിരിക്കും ഡെൽറ്റ. ഡെൽറ്റേനേക്കാളും 1/3 ടൈംസ് ആണ് സ്റ്റാറിൽ കറന്റ് എടുക്കുള്ളൂ. അപ്പോൾ കറന്റ് ഭയങ്കര കുറവായിരിക്കും സ്റ്റാർട്ടിംഗിൽ. അപ്പോൾ ഇതിൽ നമുക്ക് കിട്ടും T സ്റ്റാർട്ടിംഗ് ടോർക്ക് അറ്റ് സ്റ്റാർ വിൽ ബി ഈക്വൽ ടു 1/3 ടൈംസ് ടോർക്ക് ഇൻ ഡെൽറ്റ കണക്ഷൻ ആയിരിക്കും ഈ റിലേഷൻഷിപ്പിൽ നിന്നും. ഇതിന് ഗവൺ ചെയ്യുന്ന ഇക്വേഷൻസ് ആണ് TST ഡിവൈഡ് ബൈ TFL ഈക്വൽ ടു 1/3 ടൈംസ് ISC ഡിവൈഡ് ബൈ IFL ദ ഹോൾ സ്ക്വയർ ഇൻറ്റു SFL. ഈ 3 റിലേഷൻഷിപ്പ് ജസ്റ്റ് ഓർത്തിരിക്കാം. ഇതിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുള്ളത്. ഓക്കെ, അപ്പോൾ 3 ടൈപ്പ് ഓഫ് സ്റ്റാർട്ടിംഗ് ആണ്. DOL സ്റ്റാർട്ടിംഗ്, ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടിംഗ്, സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടിംഗ്. ഗവൺ ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ TST ഡിവൈഡഡ് ബൈ TFL ഈക്വൽ ടു IST ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ IFL ഹോൾ സ്ക്വയർ ഇൻറ്റു SFL. ഇത് ഓർത്തിരുന്നു കഴിഞ്ഞാൽ ബാക്കി എല്ലാ റിലേഷൻഷിപ്പും ഈസി ആയിട്ട് കാണാം. ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടിംഗ് വരുമ്പോൾ ഡിഫറൻസ് വരാം. ഒരു ടാപ്പിംഗിന്റെ X2 എന്ന് പറഞ്ഞ ടാപ്പിംഗിന്റെ സ്ക്വയർ വരും. സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടിംഗ് വരുമ്പോൾ ഒരു 1/3 എന്ന് പറയുന്ന ഒരു ടേം വരും. അപ്പോൾ ആദ്യത്തെ റിലേഷൻഷിപ്പ് ഓർത്തിരുന്നു കഴിഞ്ഞാൽ ബാക്കി എല്ലാ സ്റ്റാർട്ടിംഗിന്റെയും നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. സ്പീഡ് കൺട്രോൾ ഓഫ് ഇൻഡക്ഷൻ മോട്ടർ ആണ്. നമുക്കറിയാം ഇൻഡക്ഷൻ മോട്ടറിന്റെ സ്പീഡ് എന്ന് പറയുന്നത് N equal to 1 minus S into NS ആണ് നമ്മുടെ ഇൻഡക്ഷൻ മോട്ടറിന്റെ റോട്ടറിന്റെ സ്പീഡ്. NS നമുക്ക് 120 FIP നേടാം. സിൻക്രണസ് സ്പീഡ് 120 FIP നേടാം. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് നമുക്ക് നമ്മുടെ റോട്ടറിന്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വെച്ചാൽ ബൈ വേരിങ് സ്ലിപ്പ് വേരി ചെയ്തിട്ട് നമുക്ക് റോട്ടറിന്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാം. അതുപോലെ തന്നെ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് റോട്ടറിന്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാം. നമ്പർ ഓഫ് പോൾസ് ചേഞ്ച് ചെയ്തിട്ട് സ്പീഡ് കൺട്രോൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ സിൻക്രണസ് സ്പീഡ് കൺട്രോൾ മെത്തേഡ്സ് ആണ്. അതിൽ നമുക്ക് വേരിയിങ് ഫ്രീക്വൻസിയും അതുപോലെ തന്നെ വേരിയിങ് നമ്പർ ഓഫ് പോൾസും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇൻഡക്ഷൻ മോട്ടറിന്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ 2 മെത്തേഡ് എന്ന് പറഞ്ഞാൽ വേരിയിങ് ഫ്രീക്വൻസി ആൻഡ് വേരിയിങ് നമ്പർ ഓഫ് പോൾസ്. അതുപോലെ ഒരു മെത്തേഡ് വരുന്നത് കാസ്കേഡിംഗ് അറേഞ്ച്മെന്റും നമുക്ക് നമ്പർ ഓഫ് പോൾസ് മാറ്റാനായിട്ട് പറ്റും. അടുത്തത് ബൈ വേരിയിങ് സ്ലിപ്പ് വേരി ചെയ്തിട്ട് നമുക്ക് മോട്ടറിന്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാം. അതിൽ 3 മെത്തേഡ്സ് ഉണ്ട് മെയിൻ ആയിട്ട്. ആദ്യത്തത് വോൾട്ടേജ് കൺട്രോൾ ടെക്നിക്,
രണ്ടാമത്തത് റോട്ടർ റെസിസ്റ്റൻസ് മെത്തേഡ്, മൂന്നാമത്തത് റോട്ടർ EMF ഇഞ്ചക്ഷൻ മെത്തേഡ്. ഈ ടേംസ് ജസ്റ്റ് നോർത്തിട്ടാൽ മതി. ഇതിൽ റോട്ടർ റെസിസ്റ്റൻസ് മെത്തേഡും റോട്ടർ EMF മെത്തേഡ് ഇഞ്ചക്ഷൻ മെത്തേഡ് നമുക്ക് സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടറിന് മാത്രമേ നമുക്ക് അപ്ലിക്കബിൾ ഉള്ളൂ. ഓക്കെ, ദീസ് ടു മെത്തേഡ്സ് ക്യാൻ ബി യൂസ് ഓൺലി ഇൻ സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടർ. ഇത് നമുക്ക് എല്ലാ വോൾട്ടേജ് കൺട്രോൾ ടെക്നിക്ക് എല്ലാത്തിലും ഉപയോഗിക്കാം. നേരെ മറിച്ച് റോട്ടർ റെസിസ്റ്റൻസ് മെത്തേഡും റോട്ടർ EMF ഇഞ്ചക്ഷൻ മെത്തേഡും നമുക്ക് സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടറിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇതൊക്കെയാണ് സ്പീഡ് കൺട്രോൾ ചെയ്യാനുള്ള വേരിയസ് മെത്തേഡ്സ്. 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൽ ഓർത്തിരിക്കേണ്ട രണ്ട് ഇതിലാണ് കോഗിങ്ങും ക്രോളിങ്ങും. ഈ രണ്ട് ഫിനോമിനയാണ് ജസ്റ്റ് നോർത്തിരുന്നാൽ മതി. കോഗിങ് എന്ന് വെച്ചാൽ ഇൻഡക്ഷൻ മോട്ടർ ചില സമയത്ത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഫെയിൽ ആവും. മെയിനായിട്ട് കാരണം അതിന്റെ സ്റ്റേറ്റർ സ്ലോട്ട്സും റോട്ടർ സ്ലോട്ട്സും ഈക്വൽ ആണെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റേറ്റർ സ്ലോട്ട്സ് ഒരു മൾട്ടിപ്പിൾ ആണെങ്കിൽ ഇൻഡക്ഷൻ മോട്ടർ ഫെയിൽ ആവും സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. കാരണം രണ്ട് ആക്സും പാരലൽ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് ഇൻഡക്ഷൻ മോട്ടർ ചിലപ്പോൾ ഫെയിൽ ആവും. ആ ഒരു കേസിനെയാണ് നമ്മൾ കോഗിങ് എന്ന് പറയാം. അടുത്തത് ക്രോളിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻഡക്ഷൻ മോട്ടറിലെ റിസൾട്ടന്റ് ഫ്ലക്സിലെ 6n+1 +or-1 ഹാർമോണിക്സ് ഉണ്ട്. മെയിനായിട്ട് 7 ഹാർമോണിക്സ് ആണ് നമ്മൾ നോക്കാറ്. ഓക്കെ, അത് കാരണം നമ്മുടെ ഇൻഡക്ഷൻ മോട്ടറിന്റെ സ്പീഡ് ലെസ് ദാൻ ഫുൾ ലോഡ് സ്പീഡിനെക്കാട്ടും കുറവായിരിക്കും. ആ ഒരു ഫെനോമിനയാണ് നമ്മൾ ക്രോളിംഗ് എന്നാണ് നമ്മൾ പറയാം. ഈ ജസ്റ്റ് ടേം കൊടുത്തിരിക്കാം. സ്പീഡുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ടേമാണ് ക്രോളിംഗ്. കോഗിംഗ് എന്ന് പറഞ്ഞാൽ ഇൻഡക്ഷൻ മോട്ടർ സ്റ്റാർട്ട് ആവാനായിട്ട് ഫെയിൽ ആവും. ആ ഒരു കണ്ടീഷനാണ് നമ്മൾ കോഗിംഗ് എന്ന് പറയാം. ഇനി നമ്മൾ മെയിനായിട്ട് ഇൻഡക്ഷൻ മോട്ടർ യൂസ് ചെയ്യുക നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർസ് ഒക്കെയാണ്. അതുപോലെ ഇൻഡക്ഷൻ മോട്ടറിന്റെ മെയിൻ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഇൻഡസ്ട്രിയിലൊക്കെ ഉപയോഗിക്കുന്ന ഒരുവിധം എല്ലാ മോട്ടോഴ്സും ഇൻഡക്ഷൻ മോട്ടോഴ്സ് ആണ്. ഓക്കെ, ഇതാണ് അതിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറയും. അപ്പോൾ ഇതോടെ നമ്മുടെ ഇൻഡക്ഷൻ മോട്ടറിൽ 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് തീരാണ്. ഈ 14 പോയിന്റും നിങ്ങൾ ഓർത്തിരിക്കുക. 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറാണ് സിലബസിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിട്ട് പഠിക്കേണ്ട ആവശ്യമില്ലെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണാം. അടുത്ത വീഡിയോയിൽ അടുത്ത മെഷീനായിട്ട് കാണാം. അതുവരെയും എല്ലാവർക്കും ഗുഡ് ബൈ.